എയർ ഡ്രോപ്പ് ചെയ്യുമ്പോൾ വലിയ ഫയലാണെങ്കിൽ ചില സമയത്ത് അത് ഫെയിൽ ആവും അല്ലെങ്കിൽ സ്ലോ ആയിരിക്കും. നല്ലൊരു ട്രിക്ക് പറഞ്ഞുതരാം. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന സംഭവമാണ്. ഇത് പലർക്കും അറിയില്ല, ചിലർക്ക് അറിയുണ്ടാവും. ഈ അടുത്താണ് എനിക്ക് മനസ്സിലായത്. ഞാൻ ചെയ്യുമ്പോൾ ഒരാൾ ചോദിച്ചു ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റൂലേ. ഇപ്പോൾ എൻ്റെ മാക്ബുക്കിൽ ഒരു ബിഗ് ഫയൽ ഉണ്ട്, എക്സാമ്പിളിന് എടുത്തതാണ്. 7 GB വരുന്നുണ്ട്. എയർ ഡ്രോപ്പ് ചെയ്യുന്നു. എയർ ഡ്രോപ്പ് ചെയ്യുമ്പോൾ എയർ ഡ്രോപ്പ് വളരെ പതിയാണ് വരുന്നത്. കാരണം ഇത് വയർലെസ്സിലാണ് ട്രാൻസ്ഫർ ആകുന്നത്. ഇനി ഇതേ സമയത്ത് നമ്മൾ ഡയറക്റ്റ്ലി USB കൊണ്ടുപോയി കണക്ട് ചെയ്യുക. ആ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾ കൊണ്ടുപോയി USB കണക്ട് ചെയ്യുക. USB കണക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ വയേർഡ് കണക്ഷനിലൂടെ വരാൻ തുടങ്ങി. സ്പീഡ് കണ്ടോ, ഇപ്പം തന്നെ 8 GB ആണ് ട്രാൻസ്ഫർ ആകുന്നത്. ഇപ്പം തന്നെ പകുതിയായി. ഇനി ട്രാൻസ്ഫർ ആകുന്ന സമയത്ത് നമ്മൾ വയർ കംപ്ലീറ്റ്ലി ഊരുകയാണെങ്കിൽ ആ വയേർഡ് കണക്ഷൻ എന്താവും, നോർമൽ വയർലെസ് ആവും, എയർ ഡ്രോപ്പായി മാറും. കണ്ടോ, ഇതൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ട്രാൻസ്ഫർ കണ്ടിന്യൂ ആകുന്നുണ്ട്. വയർ കണക്ട് ചെയ്ത് ഓട്ടോമാറ്റിക്കലി സ്പീഡ് കൂടിക്കോളും. ഫോണാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ആപ്പിൾ ഡിവൈസ് ഏതോ ആവട്ടെ, നിങ്ങൾ വയർലി കണക്റ്റഡ് ആണെങ്കിൽ ട്രാൻസ്ഫർ നോക്കിയാൽ മതി. യൂസിങ് വയേർഡ് കണക്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാം. നല്ല സ്പീഡാണ്. 8 GB ഒക്കെ ഇതുപോലെ ആവും. കേബിൾ അയക്കുമ്പം തന്നെ ആ വയേർഡ് കണക്ഷൻ ഓട്ടോമാറ്റിക്കലി എന്താവും, വയറില്ലാതെ എയർ ഡ്രോപ്പ് ആവും. എയർ ഡ്രോപ്പായി. നിങ്ങൾ സാധാ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് പരസ്പരം കേബിൾ കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. അത് വയറായി മാറും. ഇപ്പം എത്ര വലിയ ഫയലാണെങ്കിലും പെട്ടെന്ന് ഫെയിലർ ഇല്ലാതെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നൊരു ട്രിക്കാണിത്. ഇവിടെ വയർഡ് കണക്റ്റഡായി.